കിങ്കോങ്ങിന് കനത്ത പല്ലുവേദന തോന്നി. നോക്കിയപ്പോൾ അവന്റെ ഒരു പല്ല് കേടായി പോയിരിക്കുന്നു. വേദന കലശലായതിനാൽ യാതൊന്നും തിന്നാൻ അവന് സാധിക്കുന്നില്ല. മറ്റൊരു വഴിയുമില്ലാതെ ആയപ്പോൾ കിങ്കോങ് മനുഷ്യരുടെ അടുത്തേക്ക് പോയി, അവരിൽ നിന്ന് സഹായം ലഭിക്കാൻ വേണ്ടി. പെട്ടെന്നുള്ള കിങ്കോങ്ങിന്റെ വരവ് കണ്ട ആളുകൾ പരിഭ്രാന്തരായി. ഒടുവിൽ എല്ലാവർക്കും കാര്യം പിടികിട്ടി. രാജ്യത്തെ ഏറ്റവും മികച്ച പല്ല് ഡോക്ടറെ തന്നെ അവർ വിളിച്ചുവരുത്തി. ഡോക്ടർ കിങ്കോങ്ങിന് അനസ്തീഷ്യ ഇഞ്ചക്ഷൻ നൽകി. അതോടെ കിങ്കോങ് മയക്കത്തിലായി. കയറിന്റെ സഹായത്തോടെ ഡോക്ടർ കിങ്കോങ്ങിന്റെ വായിലേക്ക് ഇറങ്ങിച്ചെന്നു. ഡോക്ടർ അതിന്റെ കേടായ പല്ലിനെ പരിശോധിച്ചു. വലിയൊരു വിമാനത്തിന്റെ സഹായത്തോടെ ആ പല്ല് വലിച്ചു പുറത്തേക്കെടുത്തു. ടൈറ്റാനിയം മെറ്റൽ ഉപയോഗിച്ചുള്ള പുതിയ പല്ല് ഡോക്ടർ കിങ്കോങ്ങിന് നൽകി. കിങ്കോങ്ങിന് വളരെ സന്തോഷമായി. അവൻ മനുഷ്യരോട് നന്ദി പറഞ്ഞ് അവന്റെ ലോകത്തിലേക്ക് പോയി. അവിടെ അവന് പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടു. കിങ്കോങ് അതിന് പിന്നാലെ പിന്തുടർന്നു പോയപ്പോൾ എത്തിപ്പെട്ടത് ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു. അവൻ അവിടേക്ക് ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് ചെറിയൊരു കുരങ്ങനെ കണ്ടുമുട്ടി. കുറേ വർഷങ്ങളായി കിങ്കോങ് ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. അവന്റെ വംശത്തിൽപ്പെട്ട ഒന്നിനെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. സൗഹൃദത്തിനായി അവൻ തന്റെ കരം ആ കുരങ്ങിന് നേരെ നീട്ടി. പക്ഷേ ആ കുരങ്ങ് അവന്റെ കയ്യിൽ കടിച്ചോടി പോകുമെന്ന് അവൻ കരുതിയില്ല. കിങ്കോങ് ചെറിയ കുരങ്ങനെ പിന്തുടർന്നപ്പോൾ അവൻ എത്തിപ്പെട്ടത് ഒരു കെണിയിലായിരുന്നു. 3 കുരങ്ങന്മാർ അവനെ ആക്രമിച്ചു. പക്ഷേ കിങ്കോങ് അവരെക്കാൾ ബലശാലിയായതിനാൽ ആ 3 കുരങ്ങന്മാരെയും അവൻ തോൽപ്പിച്ചു. കുട്ടിക്കുരങ്ങനെ അവൻ പിടിച്ചു. ആ കുരങ്ങ് അവനെ തന്റെ ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. ഒരു പുഴയ്ക്ക് കുറുകെയായി അവർ സഞ്ചരിച്ചു. കുട്ടിക്കുരങ്ങൻ കിങ്കോങ്ങിനെ പുഴയിലെ അജ്ഞാത ജീവി ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു. കിങ്കോങ്ങിനെ അപകടം മണത്തു. അവൻ നിഷ്കരുണം ആ പാമ്പ് പോലുള്ള ജീവിയെ തോൽപ്പിച്ചു. കിങ്കോങ് അതിന്റെ മാംസം കുട്ടിക്കുരങ്ങിന് കഴിക്കാൻ നൽകി. കിങ്കോങ്ങിന്റെ കാരുണ്യത്തോടെയുള്ള പ്രവൃത്തി കുട്ടിക്കുരങ്ങിന് ഇഷ്ടപ്പെട്ടു. കുരങ്ങൻ കിങ്കോങ്ങിനെ തന്റെ കുടുംബം വസിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി. കിങ്കോങ് അവിടെ എത്തിയപ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തന്നെപ്പോലുള്ള കുറേ ഗൊറില്ലകൾ അവിടെ തടവിലാക്കപ്പെട്ടത് അവൻ കണ്ടു. വലിയ കല്ലുകൾ വഹിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനായിരുന്നു സ്കാർക്കിങ്. വളരെ നീച്ചനും അപകടകാരിയുമായ കുരങ്ങനായിരുന്നു അത്. കിങ്കോങ്ങിന് ഇത് കണ്ടു നിൽക്കാനുള്ള ക്ഷമ തോന്നിയില്ല. സ്കാർക്കിങ്ങുമായി ഒരു പോരാട്ടത്തിന് അവൻ മുന്നോട്ട് വന്നു, തന്റെ സഹോദരങ്ങളെ മോചിപ്പിക്കാനായി. സ്കാർക്കിങ്ങിന് കിങ്കോങ്ങിന്റെ പുതിയ പല്ല് കണ്ടപ്പോൾ ചിരി വന്നു. അവൻ കിങ്കോങ്ങിനെ പരിഹസിച്ചു. തന്റെ കൂടെ യുദ്ധത്തിന് അവനെ വെല്ലുവിളിച്ചു. അതിനുശേഷം വലിയൊരു യുദ്ധത്തിന് രണ്ടുപേരും പാഞ്ഞെടുത്തു. സ്കാർക്കിങ് വളരെ വേഗതയുള്ളവനും ബുദ്ധിശാലിയുമായിരുന്നു. അവൻ ചാട്ടവാർ ചുഴറ്റി കിങ്കോങ്ങിനെ പരിക്കേൽപ്പിച്ചു. എല്ലാവരും 2 ശക്തന്മാരുടെ പോരാട്ടം ഭീതിയോടെ കണ്ടുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ സ്കാർക്കിങ് കിങ്കോങ്ങിനെ തോൽപ്പിക്കും എന്ന ഘട്ടത്തിലെത്തി. അധികനേരം സ്കാർക്കിങ്ങിന് കിങ്കോങ്ങിന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. തോൽക്കാറായെന്ന് സ്കാർക്കിങ്ങിന് മനസ്സിലായതോടെ അവൻ തന്റെ അപകടകരമായ ആയുധം പുറത്തേക്കെടുത്തു. അപകടകാരിയായ ടൈറ്റൻ ജീവിയായ ഷിമോ ആയിരുന്നു അത്. തണുപ്പേറിയ വിഷമയമായ അതിന്റെ ശ്വാസം സ്പർശിച്ചതുമൂലം കിങ്കോങ്ങിന്റെ വലതു കൈയിന് കാര്യമായ പരിക്കേറ്റു. കുട്ടിക്കുരങ്ങൻ ഉടനെ അവിടേക്ക് സഹായത്തിനായി എത്തി. അവൻ കിങ്കോങ്ങിനെ പുറത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചു. സ്കാർക്കിങ്ങിന്റെ കൂട്ടാളികൾ അവനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നു. മുൻപ് കിങ്കോങ് ഉണ്ടാക്കിയ കെണി കുട്ടിക്കുരങ്ങൻ പ്രയോഗിച്ചു. അങ്ങനെ രണ്ടുപേരും സ്കാർക്കിങ്ങിന്റെ കൂട്ടാളികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. കയ്യിന് സാരമായി പരിക്കേറ്റ കിങ്കോങ് കുട്ടിക്കുരങ്ങന്റെ സഹായത്തോടെ ഒരിക്കൽ കൂടി മനുഷ്യരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. മനുഷ്യർ വീണ്ടും അവനെ സഹായിക്കാൻ തയ്യാറായി. അവന്റെ കൈയിനെ പഴയ പോലെ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കൃത്രിമ കൈ അവന് വെച്ചുപിടിപ്പിച്ചു. ആ കൃത്രിമ കൈ മുൻപത്തേക്കാളും അതിശക്തമായതായി മാറി. ഒരു തവണ കൂടി മനുഷ്യർക്ക് അവനെ സഹായിക്കാൻ അവസരം ലഭിച്ചു. നിങ്ങളും ഇതുപോലെ സഹജീവികളെ സഹായിക്കാറുണ്ടോ?